നമസ്കാരം, എല്ലാവർക്കും മഠത്തിലെ രുചിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുട്ടക്കൂസുപ്പേരി. പണ്ടൊക്കെ മുട്ടക്കൂസ് എന്നാണ് പറയുക ഈ ക്യാബേജിനെ. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്, എല്ലാവർക്കും അത് ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആ സ്മെല്ല് കളയാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ഉണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ട് നാളികേരൊന്നും ഇടാതെ തോരൻ്റെ മാതിരിയല്ല കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് വെക്കാറ്. എനിക്ക് ക്യാബേജ് ഇങ്ങനെ ഉപ്പേരി വെച്ചാലാണ് ഇഷ്ടം. അപ്പം മഠത്തിലെ സ്റ്റൈൽ ക്യാബേജ് ഉപ്പേരി എല്ലാവർക്കും കാണാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ. മുട്ടക്കൂസ എന്നൊക്കെ പറയും. പണ്ടുണ്ടല്ലോ, കുട്ടിക്കാലത്തൊന്നും ഇത് അത്ര അറിയണ്ടായിരുന്നില്ല കേട്ടോ. കാരണം പയറ, വഴുതനങ്ങ, കയ്പ്പയ്ക്കൊക്കെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ, അതുകൊണ്ടൊക്കെ ആയിരുന്നു ഉപ്പേരി. ഒരു പ്രാവശ്യം ഞാൻ അച്ഛൻ്റെ ഒപ്പം എവിടെ പോയപ്പോഴാണ് ഇത് കഴിക്കാനിടയായത്. കുറച്ചൊക്കെ വലുതായിട്ട് കേട്ടോ. അന്നെനിക്ക് നല്ല ഇഷ്ടമായി, കാരണം നമ്മൾ കഴിക്കാത്തൊരു സംഭവമാണല്ലോ. പിന്നെ ഇപ്പം എന്താ, എവിടെ പോയാലും സദ്യകൾ വീട്ടിലുണ്ടാക്കുകയാണോ അല്ലെങ്കിൽ കൊണ്ടിരിക്കുകയാണോ, ഉപ്പേരി എന്തായാലും അല്ലെങ്കിൽ തോരൻ എന്തായാലും, ഉപ്പേരിയല്ല തോരനാണ് സാധാരണ സദ്യകളിലൊക്കെ ഉണ്ടാവാറ്. തോരൻ ഉറപ്പാണ് ക്യാബേജ്. എളുപ്പമുണ്ട്, സ്വാദിഷ്ടമാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ, എന്തായാലും ഇഷ്ടമാവും, എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ. കുട്ടികൾ പിന്നെ പറയും, ഇടയ്ക്കിടയ്ക്ക് പറയും, അമ്മ അങ്ങനെ മഠത്തിലെ രുചി ഉണ്ടാക്കിയ മാതിരി നമുക്കൊന്ന് ക്യാബേജ് ഉണ്ടാക്കുക, അങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കിടിലൻ ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ. അപ്പം നമ്മുടെ മുട്ടക്കൂസ് ക്യാബേജ് നമുക്ക് നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഓരോരുത്തരും ഓരോ പോലെ ഇട്ട് അരിയുക. കുനുകുനാന്ന് ഞാൻ ഒരിക്കലും അരിയാറില്ല. ഞാൻ 5-3 ഇട്ടെന്ന് പറയില്ലേ, ശരിക്കും അതേട്ടോ. കുറച്ച് വലിയ കഷ്ണമൊക്കെ ഉണ്ടാവും കേട്ടോ അതിൽ. അങ്ങനെയാണ് ഞാൻ ക്യാബേജ് പേര് വെക്കാറ്. എങ്ങനെ അരിയണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ തലങ്ങും വിലങ്ങും, ചിലത് വലിയ കഷ്ണാവും ചിലത് ചെറിയ കഷ്ണാവും. അപ്പോൾ ബാച്ചിലേഴ്സിനൊക്കെ നല്ല സൗകര്യം കേട്ടോ അതേമാതിരിയൊക്കെ അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ. അല്ലാതെ ഇന്ന മാതിരി കുനുകുന അരിയണമെന്നൊന്നുമില്ല. ഇങ്ങനെ അരിഞ്ഞ് വെച്ചൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ അങ്ങനെ 2 പകുതിയാക്കിയിട്ടുണ്ട്. കണ്ടോളൂ കേട്ടോ, ഈസിയാണേ. കൊത്തിയരിയൊന്നല്ല ചെയ്യണ. കുറച്ച് ആദ്യം കാണിച്ചു തരാം. ഇതങ്ങനെ ഇവിടെ എടുക്കും കേട്ടോ. എന്നിട്ട് ഇതേപോലെ, അത് വലിയ കഷ്ണം ഉണ്ടാവും ചെറിയ കഷ്ണം ഉണ്ടാവും. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നോക്കിക്കോളൂ. ഇതാ അങ്ങനെ മതി. എന്ത് സുഖമല്ലേ. അപ്പോൾ ഇതാണ് 5-3 മട്ടൻ. കണ്ടൂല്ലോ എല്ലാവരും. അപ്പോൾ ഇങ്ങനെ ഉണ്ടോ, മുഴുവനായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ കണ്ടോ, കണ്ടോ 5-3 മട്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ ക്യാബേജൊക്കെ ഞാനിങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കണ്ടോ, കഷ്ണം നുറുക്കുന്നതിൽ പോലും സ്വാദിൽ വളരെ വ്യത്യാസം ഉണ്ടാവും. ഒരേ വെജിറ്റബിൾ ആയിക്കോട്ടെ, നമ്മൾ കഷ്ണം എങ്ങനെ നുറുക്കണു അതുപോലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഉണ്ടാക്കണം കേട്ടോ. വലുതാക്കിയിട്ട് അരിയുക. കണ്ടോ, എളുപ്പമല്ലേ. ഇതിവിടെ ഇരിക്കട്ടെ. ഞാൻ കഴുകിയിട്ടാണ് നുറുക്കിയിരിക്കുന്നത്, അതുകൊണ്ട് ഇനി കഴുകുന്നില്ല. അപ്പോൾ ഞാൻ ക്യാബേജ് അരിഞ്ഞ് വെച്ചത് അങ്ങനെ ഒരു കടായിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വലിയൊരു സവാളയാണ് അരിഞ്ഞെടുത്തത്. അതിൽ ഒരു പകുതി ഞാൻ വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ബാക്കി പകുതി നേരെ ഈ ക്യാബേജിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ക്യാബേജിൻ്റെ ഒരു സ്മെല്ല് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പൊടിയായി അരിഞ്ഞ ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇട്ട് കൊടുക്കുക. ഇത് അവോയ്ഡ് ചെയ്യരുത് കേട്ടോ, ഈ ഇഞ്ചി. അതേപോലെ പച്ചമുളക് ഞാനൊരു 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. കറിവേപ്പില. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ 2 ടൈപ്പ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വെള്ള ക്യാബേജ് ഉണ്ടാക്കും. അങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഈ മഞ്ഞൾപ്പൊടി ഒഴിവാക്കാം. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ കുലുക്കിയാൽ മതി.
ഇതിലേക്ക് ഒട്ടും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, അറിയാലോ. ഇതിവിടെ അങ്ങനെ ഇരിക്കട്ടെ, അധികം നേരമൊന്നും ഇരിക്കേണ്ട കേട്ടോ. നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി വഴറ്റ നേരം മതി. അപ്പോഴേക്കും ഇതൊന്ന് ഇരുന്നിട്ട് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ മാറ്റി വെച്ചിരുന്ന പകുതി സവാള ഇട്ട് കൊടുക്കാം. ഉപ്പൊന്നും ഇടുന്ന കാര്യമില്ല, എല്ലാം കൂടെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കാബേജ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. അപ്പം നമ്മുടെ സവാള നന്നായിട്ട് മൂത്ത് വന്നതിൻ്റെ ഒരു മണം വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം കിടന്നിട്ട് ആയിക്കോളൂ കേട്ടോ. ഈ സമയത്ത് നമുക്ക് നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന കാബേജ് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഉപ്പൊന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുണ്ട് കേട്ടോ കാബേജ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു 5 മിനിറ്റ് മതി. ഈ കടുക് കൂട്ടുമ്പോഴേക്കും അതൊന്ന് ശരിയായിക്കോളും. ഉള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടൊന്ന് നന്നായിട്ടായിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. തുറന്ന് നോക്കാം. അടി പിടിക്കണതൊക്കെ നോക്കണം. ഒന്നും കൂടി ആവുകയേ വേണ്ടുള്ളൂ. വെള്ളമൊക്കെ നല്ല പാകമായി. വെള്ളം തളിച്ചിട്ടില്ലെങ്കിൽ കൂടെ നമ്മൾ ഒന്ന് അടച്ചു വെച്ചില്ലേ, അപ്പോൾ കാബേജ് അതിൽ കടന്നിട്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കാബേജിന് വലിയ വേവൊന്നുമില്ലല്ലോ, മാത്രമല്ല നല്ല സോഫ്റ്റ് ആയതല്ലേ. ഒന്നും കൂടി ഇരിക്കട്ടെ കേട്ടോ. പൊടിയെന്ന് കഴിയേ. ഇനി അടച്ചു വയ്ക്കൊന്നും വേണ്ട, ഒന്ന് വലിഞ്ഞ് വരട്ടെ. ഒന്ന് ഇളക്കി നോക്കാം. കണ്ടോ, എനിക്ക് വല്ലാതെ വേവാതെ കേട്ടോ ഇഷ്ടം. മതി. ഇനി നമ്മൾ മേമ്പൊടിയായിട്ട് ഇത് നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. ഒരു നുള്ള് കഷ്ടി മതി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇപ്പം ഇളക്കണ്ട കേട്ടോ, ഒന്നിങ്ങനെ ഇരിക്കട്ടെ. ഏറ്റവും അവസാനം ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ എടുക്കാൻ കാലത്ത് ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കാബേജ് ഉപ്പേരി കുരുമുളക് ഇട്ടിട്ട് നമ്മൾ അതേപോലെ വെക്കുക ചെയ്തിരുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കണ്ടോ, ആ ഇഞ്ചിയുടെ ഒരു മണമാണ് മുന്തി നിൽക്കണം കേട്ടോ. കണ്ടോ, എനിക്ക് ഉറപ്പുണ്ട് കേട്ടോ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവുമെന്ന്. ആ ഉള്ളി നമ്മൾ ആദ്യം വഴറ്റി കാബേജിൻ്റെ ഒപ്പം കുറച്ചിട്ടു, ഇഞ്ചി ഇട്ടിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ്. ചോറ് വിളമ്പിയിട്ടുണ്ട്. കാബേജ് ഉപ്പേരി ഇങ്ങനെ കാബേജ് ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, എനിക്ക് വേറെ ഒന്നും വേണ്ട. എന്താ ഇഞ്ചിയുടെ ഒക്കെ ഒരു മണേ. ഇതേപോലെ ഉണ്ടാക്കാത്തവരുണ്ടായിക്കോളൂ, വേഗം പോയിട്ട് ഉണ്ടായിക്കോളൂ കേട്ടോ. എന്നിട്ട് പറയണം എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഉരുട്ടാം. ഉരുള വേണ്ടേ? സവോളയും പച്ചമുളകും എല്ലാം കൂടി എടുത്തിട്ട് നല്ലോണം ഉപ്പേരിയൊക്കെ കൂട്ടിയിട്ട് ഹായ് നല്ല ചൂട്. എന്നാലും നിങ്ങൾക്ക് ഉരുള വേണമല്ലോ അല്ലേ? ഉരുള തരൽ എൻ്റെ ഒരു കടമയാണ് എല്ലാ ദിവസവും. വീഡിയോ ഇടണ ദിവസം എല്ലാവരും കഴിച്ചോളൂ.